നമ്മളിവിടെ വണ്ടി കൊടുത്തു, നേരെ നാട്ടിലേക്ക് പോകും അല്ലേ? അങ്ങനെ നമ്മൾ നമ്മളെ വണ്ടി കൊടുത്തു, വണ്ടിക്ക് ടാറ്റി കൊടുത്തു, നേരെ നാട്ടിലേക്ക്. ഈ രണ്ട് മണ്ടന്മാരെ കൊണ്ടാണ് ഇനി പോകാനുള്ളത്. എന്തൊക്കെയാവും പോകണ വഴിക്കാൻ അറിയാം. ഇവിടുന്ന് വീടെത്തുന്ന വരെയുള്ള എല്ലാ ചിലവിൻ്റെ വഴിക്കാണ്. അതിൻ്റെ പൊലിവാണ് ഈ കാണുന്നത്. കൈയൊക്കെ പിടിച്ച് മെല്ലെ കൊണ്ടുപോകുന്നുണ്ട്. ഞാനങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. പിന്നെ അങ്ങനെ ബസ് കാത്ത് നിൽക്കണം നിർത്തമാണ് ഈ കാണുന്നത്. ചാറകം വരെ തോറ്റു. അപ്പോൾ ഒരു ബസ് വന്ന് പോകാൻ കൈ കാണിച്ചോടാന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി വലിയ ആളമാരി. എന്നിട്ട് കൈ കാണിക്കാതെ കാലൊക്കെ ഊക്കി കാണിക്കണേ. എന്താണ് അതിൻ്റെ സീക്രട്ട് എന്ന് എനിക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ലാസ്റ്റ് അതും പറഞ്ഞു അവനെ ഊക്കിയിരുന്നപ്പോൾ അടുത്ത ബസ് വന്നപ്പോൾ ഭാഷയ്ക്ക് പറഞ്ഞു ഞാൻ കൈ കാണിച്ചാൽ അവൻ കൈ കാണിക്കുക. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ബസ് നിർത്തി. ഞങ്ങൾ നേരെ ബസ്സിലോട്ട് കയറി അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ബസ് സ്റ്റാൻഡ്, അതായത് മഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്കാണ് നേരെ പോകുന്നത്. അങ്ങനെ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ എത്തി ഞങ്ങൾ ഇറങ്ങി. പിന്നെ അത് നേരെ പരിപാടി ഫുഡ് കഴിക്കണം. ഞങ്ങൾ മൂന്നാളും കൂടി നേരെ ഫുഡ് കഴിക്കാൻ പോയി. മഞ്ചേരി സ്റ്റാൻഡിനുള്ളിൽ ചെറിയൊരു കട ഉണ്ട്. അത് ആശിക്കിന് അറിയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ കാണുന്നത്. ഹോട്ടലിലെത്തി ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറിയിരുന്നു. ചോറ് വേണോ ബിരിയാണി വേണോ എന്ന് ആലോചിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഫുഡ് കോട്ടത്. അപ്പോഴാണ് ഞങ്ങൾ ടേബിളിൻ്റെ പുറത്ത് ഉപ്പും പാത്രം കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിലുള്ള ഉപ്പ്, അതായത് ഒരു സ്പൂൺ മൊത്തം കഴിച്ച് 500 രൂപ തരാറുണ്ട്. അപ്പോൾ ആശുപത്രി അതൊന്നും വേണ്ട. അപ്പോൾ ഇതിനായിട്ട് ടാസ്ക് ഒഴിവാക്കി. അപ്പോൾ നമുക്കുള്ള ഫുഡ് വന്നു. ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. ഫുഡ് വന്ന് ഓർമ്മണ്ട്. പിന്നെ മൊത്തം പ്ലേറ്റ് എല്ലാം കാലിയാണ്. അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി നേരെ നാട്ടിലേക്കുള്ള ബസ് കയറാൻ വേണ്ടി നടന്നു. ഇവിടെ നിർത്താൻ കണ്ടതൊന്നും നാട്ടിലേക്കുള്ള ബസ് നോക്കാൻ, പക്ഷേ ഒരിക്കലും അല്ലേ. അപ്പോൾ കണ്ണിക്കണ്ട പെണ്ണുങ്ങളെ വായി നോക്കി കിടക്കുകയാണ്. അങ്ങനെ ഓനെ വലിച്ച് ഞങ്ങളിതാ നേരെ നാട്ടിലേക്കുള്ള ബസ് കയറി. ബസ്സിൽ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്നാം കൂടി ഒരു സീറ്റ് കിട്ടി. അങ്ങനെ ഇരുന്ന് നേരെ നാട്ടിലേക്ക്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുക്കും നാട്ടിലേക്ക്. അതുവരെ ബസ്സിലിരിക്കണം. പിന്നെ ഞാൻ നോക്കിയോണ്ട് നമ്മുടെ ആശ ഭയങ്കര സങ്കടത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് എൻ്റെ കുട്ടി ഉച്ചയ്ക്ക് മെസ്സേജ് അയച്ചില്ല, ആ ഇറങ്ങിയല്ലാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഓണെന്ന് സമാധാനിപ്പിച്ചു. പോട്ടെ. അങ്ങനെ ഞങ്ങളിതാ ചന്തക്കുന്ന് വന്നിറങ്ങിയിട്ട് ഇനി ഓട്ടോയ്ക്ക് പോകണോ നടന്നു പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഞാൻ ലാസ്റ്റ് തീരുമാനിച്ചു ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ ഓട്ടോയ്ക്ക് കയറി. ഇതിനിടയിൽ നമ്മുടെ ചെക്കൻ്റെ കുട്ടി വിളിച്ചു. അപ്പോൾ ചെക്കൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ ആ സന്തോഷത്തോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.